ബഹുമാനിരെ, ലോകൈക ഗുരുവും കരുണാനിധിയുമായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുകയാണല്ലോ നമ്മൾ. അജ്ഞതയിലും അന്ധകാരത്തിലും മുഴുകിയിരുന്ന ഒരു ലോകത്തെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശങ്ങളുമായി സംസ്കരിച്ചെടുത്ത അന്ത്യപ്രവാചകൻ. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും എന്ത് ചിന്തിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് പഠിപ്പിച്ച നബി തിരുമേനിയുടെ ജീവിത പാഠങ്ങൾക്ക് ഏറ്റവും പ്രസക്തിയുള്ള ഒരു കാലഘട്ടമാണിത്. ഇന്ന് ലോകത്തിൻ്റെ അവസ്ഥ എന്താണ്? പലസ്തീനിൽ, ഉക്രൈനിൽ, സിറിയയിൽ, മണിപ്പൂരിൽ, ഛത്തീസ്ഗഡിൽ മിഠായി പൊതിയുന്നത് പോലെയാണ് ഗാസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മൃതശരീരങ്ങൾ വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് കിടത്തിയിരിക്കുന്നത്. ആശുപത്രികളും മാർക്കറ്റുകളുമൊക്കെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കപ്പെടുന്നു. ഉക്രൈൻ യുദ്ധം 4ാം വർഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെയാണ് സമാധാനം സ്ഥാപിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമായി സ്വീകരിച്ച പ്രവാചക വചനങ്ങളുടെ പ്രസക്തി. യുദ്ധങ്ങളിൽ പോലും സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും ഉപദ്രവിക്കരുതെന്നാണ് അദ്ദേഹം നിഷ്കർഷിച്ചത്. നീതിക്കു വേണ്ടി നിലകൊള്ളുവാനും അടിച്ചമർത്തപ്പെട്ടവരുടെ പക്ഷത്ത് നിൽക്കുവാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ശത്രുക്കളുമായി പോലും അദ്ദേഹം സന്ധി ചെയ്തു. നബിയെയും അനുയായികളെയും ദ്രോഹിക്കുകയും വർഷങ്ങളോളം യുദ്ധം ചെയ്യുകയും ചെയ്ത ഖുറൈശികളുമായി ഉണ്ടാക്കിയ ഹുദൈബിയ സന്ധി ഏറെ പ്രതികൂല വ്യവസ്ഥകൾ ഉള്ളതാണ്. എങ്കിലും യുദ്ധം ഒഴിവാക്കി സമാധാനം പുലരുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് പ്രവാചകൻ ആ സന്ധിക്ക് മുതിർന്നത്. മക്ക വിജയത്തിന് ശേഷം ശത്രുക്കൾക്ക് മുഴുവൻ പൊതുമാപ്പ് നൽകുന്ന പ്രവാചകനെയും കാണാം. ലോക ചരിത്രത്തിൽ തന്നെ തുല്യതകളില്ലാത്ത സംഭവമാണിത്. യുദ്ധാനന്തരം എങ്ങനെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നറിയാതെ നട്ടം തിരിയുന്ന ലോക നേതാക്കൾക്കുള്ള ഏറ്റവും വലിയ മാതൃക കൂടിയാണിത്. ഓർക്കുക, ഇസ്ലാം എന്ന അറബി വാക്കിൻ്റെ അർത്ഥം തന്നെ സമാധാനം എന്നാണ്. ഒരു മനുഷ്യനെ വധിച്ചാൽ അത് മുഴുവൻ മനുഷ്യരെയും ഹനിക്കുന്നതിന് തുല്യമാണെന്നാണ് ഖുർആൻ പറയുന്നത്. എന്നിട്ടും ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട മതമാണ് ഇസ്ലാം. പരസ്പര മത്സരങ്ങളും സ്വാർത്ഥതയും കള്ളപ്രചരണങ്ങളും വ്യാപകമാകുന്ന പുതുകാലഘട്ടത്തിൽ പ്രവാചക ജീവിതം പഠിക്കുവാനും നബി തിരുമേനി പകർന്നു നൽകുന്ന പാഠങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നമുക്കാവണം. നബിദിനം എന്നത് കേവലം ആഘോഷങ്ങൾക്കപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ജീവിതചര്യകൾ പിൻപറ്റാനുള്ള അവസരമാക്കി മാറ്റണം. അങ്ങനെ വരുമ്പോൾ സമാധാനപൂർണമായ മനുഷ്യൻ സഹവർത്തിത്തോടെ ജീവിക്കുന്ന ഒരു ലോക സൃഷ്ടി യാഥാർത്ഥ്യമാകും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നബിദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.